അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവസഭ എന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ യേശു ക്രിസ്തു ദൈവം, അതാണ് ഇവിടെ വിചിന്തനം ചെയ്യുവാൻ കർത്താവിൽ നമ്മൾ ശരണപ്പെടുന്നത്. മത്തായി സുവിശേഷം 16-ാമത്തെ അധ്യായം 15, 16, 17 വാക്യങ്ങൾ. നിങ്ങളോ എന്നെ ആരെന്ന് പറയുന്നു എന്ന് അവൻ ചോദിച്ചതിന് ശിമോൻ പത്രോസ്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്നും ഉത്തരം പറഞ്ഞു. യേശു അവനോട്, ബർയോനാ ശിമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്രേ നിനക്കിത് വെളിപ്പെടുത്തിയത്. യേശുക്രിസ്തു ദൈവം എന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ഏക അസ്തിത്വമാണെന്നും 3 ആളത്വമാണെന്നും അതാണ് നമ്മൾ ചിന്തിക്കുന്നത്. എന്നാൽ ഒന്നിലധികം വ്യക്തിത്വങ്ങളും ഏകത്വവും സമ്മേളിക്കുന്ന അനേക വാക്യങ്ങൾ തിരുവെഴുത്തി നമ്മൾ കാണുന്നുണ്ട്. ഒരേ വാക്യങ്ങളിൽ തന്നെ, ഒരേ ഭാഗത്ത് തന്നെ ഈ കാര്യങ്ങൾ ചേർന്ന് വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഏകത്വവും ഒന്നിലധികം വ്യക്തിത്വങ്ങളും. ഉൽപ്പത്തി പുസ്തകം 11-ാമത്തെ അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ 7 മുതലുള്ള വാക്യങ്ങൾ നമ്മളിങ്ങനെ കാണുന്നു. വരുവിൻ, നാം ഇറങ്ങിച്ചെന്ന് അവർ തമ്മിൽ ഭാഷ തിരിച്ചറിയാതിരിപ്പാൻ അവരുടെ ഭാഷ കലക്കിക്കളക എന്നരുളി ചെയ്തു. അങ്ങനെ യഹോവ അവരെ അവിടെ നിന്ന് ഭൂതലത്തിലെങ്ങും ചിഹ്നിച്ചു. അവർ പട്ടണം പണിയുന്നത് വിട്ടുകളഞ്ഞു. സർവഭൂമിയിലെയും ഭാഷ യഹോവ അവിടെ വെച്ച് കലക്കിക്കളകയാൽ അതിന് ബാബേൽ എന്ന് പേരായി. യഹോവ അവരെ അവിടെ നിന്ന് ഭൂതലത്തിലെങ്ങും ചിഹ്നിച്ചു കളഞ്ഞു. ഇവിടെ ഉൽപ്പത്തി പുസ്തകം 11-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യത്തിൽ വരുവിൻ, നാം ഇറങ്ങിച്ചെന്ന് എന്നുള്ള പ്രയോഗം നമ്മൾ കാണുകയാണ്. നാം ഇറങ്ങിച്ചെന്ന്. ഇത് ഒന്നിലധികം വ്യക്തിത്വങ്ങളെ കാണിക്കുന്നു. എന്നാൽ 8-ാമത്തെ വാക്യത്തിൽ അങ്ങനെ യഹോവ അവരെ അവിടെ നിന്ന് ഭൂതലത്തിലെങ്ങും ചിഹ്നിച്ചു. ഏകൻ ആയിട്ട് യഹോവ എന്നുള്ള പദം ഉപയോഗിച്ചിരിക്കുകയാണ്. ഇവിടെ ഏകൻ എന്നതും ഒന്നിലധികം വ്യക്തിത്വങ്ങളും സമ്മേളിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാമത്തെ അധ്യായം 23, 24 വാക്യങ്ങൾ. എന്നെ പകയ്ക്കുന്നവൻ എൻ്റെ പിതാവിനെയും പകയ്ക്കുന്നു. മറ്റാരും ചെയ്തിട്ടില്ലാത്ത പ്രവൃത്തികളെ ഞാൻ അവരുടെ ഇടയിൽ ചെയ്തിരുന്നില്ല എങ്കിൽ അവർക്ക് പാപമില്ലായിരുന്നു. ഇപ്പോഴോ അവർ എന്നെയും എൻ്റെ പിതാവിനെയും കാണുകയും പകയ്ക്കുകയും ചെയ്തിരിക്കുന്നു. ഇവിടെ എന്നെ പകയ്ക്കുന്നവൻ, അതായത് ഏകത്വത്തിൽ തുടങ്ങുകയാണ്. യേശുക്രിസ്തുവോട് പറയുന്നു, എന്നെ പകയ്ക്കുന്നവൻ എൻ്റെ പിതാവിനെയും പകയ്ക്കുന്നു. അവിടെ എന്നെ പകയ്ക്കുന്നവൻ ഏകത്വത്തിൽ തുടങ്ങുന്നു. എന്നാൽ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ ഇപ്പോഴോ അവർ എന്നെയും എൻ്റെ പിതാവിനെയും കാണുകയും പകയ്ക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ യേശുക്രിസ്തുവിനെ പകയ്ക്കുന്നത് യേശുക്രിസ്തുവിനെയും പിതാവിനെയും പകയ്ക്കുന്നതിന് തുല്യമാണ് എന്ന അർത്ഥത്തിൽ നമ്മളിവിടെ കാണുകയാണ്. ഇവിടെയും ഏകത്വവും ഒന്നിലധികം വ്യക്തിത്വങ്ങളും സമ്മേളിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 16-ാമത്തെ അധ്യായം 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 16-ാമത്തെ അധ്യായം 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും
വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. അവൻ എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരുന്നത് കൊണ്ട് എന്നെ മഹത്വപ്പെടുത്തും. പിതാവിനുള്ളതൊക്കെയും എനിക്കുള്ളത്, അതുകൊണ്ടത്രേ അവൻ എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരും എന്ന് ഞാൻ പറഞ്ഞത്. ഇവിടെ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ആ മൂന്ന് ആളത്വങ്ങളും ഒരുമിച്ച് ഈ ആശയത്തിൽ സമ്മേളിക്കുന്ന നമ്മൾ കാണുകയാണ്. സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ, അതായത് പരിശുദ്ധാത്മാവ് വരുമ്പോഴോ, അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. എങ്ങനെയാണ് വഴി നടത്തുന്നത്? അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. അപ്പോൾ പരിശുദ്ധാത്മാവ് എന്താണ് ചെയ്യുന്നത്? സ്വയമായി സംസാരിക്കാതെ കേൾക്കുന്നത് സംസാരിക്കും. കേൾക്കുന്നത് എവിടെ നിന്നാണ്? 14-ാമത്തെ വാക്യം, അവൻ എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരുന്നതുകൊണ്ട് എന്നെ മഹത്വപ്പെടുത്തും. അപ്പോൾ യേശുക്രിസ്തുവിൽ നിന്ന് എടുത്ത് പരിശുദ്ധാത്മാവ് കേൾപ്പിക്കുകയാണ്. എന്നാൽ 15-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോഴോ, പിതാവിനുള്ളതൊക്കെയും എനിക്കുള്ളത്, അതുകൊണ്ടത്രേ അവൻ എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരും എന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇവിടെ അടുത്ത് പിതാവിലേക്ക് വരിക. അപ്പോൾ പിതാവിന് ഉള്ളതെല്ലാം പുത്രനുള്ളതാ. ആ പുത്രനുള്ളതിൽ നിന്ന് പരിശുദ്ധാത്മാവെടുത്ത് ശിഷ്യന്മാർക്ക് അറിയിച്ചു കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ ആ മൂന്ന് ആളത്വങ്ങളുടെയും സമ്മേളനം നമ്മൾ ഒരുമിച്ച് കാണുന്നുണ്ട്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 17-ാമത്തെ അധ്യായം 23-ാമത്തെ വാക്യം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 17-ാമത്തെ അധ്യായം 23-ാമത്തെ വാക്യം. നീ എന്നെ അയച്ചിരിക്കുന്നു എന്നും നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെയും സ്നേഹിക്കുന്നു എന്നും ലോകമറിവാൻ നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും നീ എന്നിലുമായി അവർ ഐക്യത്തിൽ തികഞ്ഞവരായിരിക്കേണ്ടതിന് തന്നെ. ഇവിടെ നീ എന്നെ അയച്ചിരിക്കുന്നു എന്നും അവിടെ തന്നെ യേശുക്രിസ്തുവും പിതാവായ ദൈവവും വരുന്നു. അവരെയും സ്നേഹിക്കുന്നു എന്നും ലോകമറിവാൻ ശിഷ്യന്മാർ വരികയാണ്. നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നാകേണ്ടതിന്, അതായത് പിതാവും പുത്രനും ഒന്നായിരിക്കുന്നത് പോലെ ശിഷ്യന്മാരും ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും നീ എന്നിലുമായി അവർ ഐക്യത്തിൽ തികഞ്ഞവരായിരിക്കേണ്ടതിന് തന്നെ. അപ്പോൾ ഇവിടെ പിതാവും പുത്രനും ഒന്നായിരിക്കുന്നത് പോലെ ശിഷ്യന്മാരും ഒന്നാകണം. അതെങ്ങനെ? യേശുക്രിസ്തു പിതാവായ ദൈവത്തെ സ്നേഹിക്കുന്നത് പോലെ ലോകം അതറിവാനും ശിഷ്യന്മാർ തമ്മിൽ സ്നേഹിക്കാനും. അപ്പോൾ ഇവിടെ എല്ലാം നമ്മൾ കാണുന്നത് ഒന്നിലധികം വ്യക്തിത്വങ്ങൾ അത് ഏകത്വമായി സമ്മേളിക്കുന്നത് നമ്മളിവിടെ കാണുകയാണ്. എന്നാൽ ഇവിടെ ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം പരിശുദ്ധാത്മാവാണ്. ഇതിൻ്റെ എല്ലാം നിദാനം എന്നുള്ളതാണ്. അതായത് പിതാവായ ദൈവത്തിൻ്റെ ആത്മാവും പുത്രനായ യേശുക്രിസ്തുവിൻ്റെ ആത്മാവും പരിശുദ്ധാത്മാവും ഒരേ ആത്മാവ് തന്നെയാണ്. അവിടെയാണ് ഈ ഏകത്വം വെളിപ്പെട്ട് വരുന്നത്. ഇതേ തത്വമാണ് ശിഷ്യന്മാരുടെ ഇടയിൽ ശിഷ്യന്മാർ പരിശുദ്ധാത്മാവിനെ സ്വായത്തമാക്കുമ്പോൾ ഉണ്ടാകേണ്ടുന്ന അനുഭവം എന്ന് നമ്മൾ കാണുന്നുണ്ട്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 12-ാമത്തെ അധ്യായം 12 മുതൽ വായിക്കുമ്പോൾ 1 കൊരിന്ത്യർ 12:12 മുതൽ, ശരീരം ഒന്നും അതിന് അവയവവും പലതും, ശരീരത്തിൻ്റെ അവയവം പലതായിരിക്കെ എല്ലാം ഒരു ശരീരവുമായിരിക്കുന്നത് പോലെ ആകുന്നു ക്രിസ്തുവും. യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രരോ നാം എല്ലാവരും ഏക ശരീരമാകുമാറ് ഒരേ ആത്മാവിൽ സ്നാനമേറ്റും
എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തുമിരിക്കുന്നു. അപ്പോൾ ഇവിടെ ശിഷ്യന്മാർ വ്യത്യസ്തമായ അനുഭവങ്ങളിലും സാഹചര്യങ്ങളിലും ഒക്കെ ഉള്ളവരാണെങ്കിലും അവരെ ഒന്നാക്കി നിർത്തുന്ന ഘടകം പരിശുദ്ധാത്മാവാണ്. അതുപോലെ തന്നെ പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും ഒന്നാക്കി നിൽക്കുന്ന ഘടകവും പരിശുദ്ധാത്മാവ് തന്നെയാണ്. അതുപോലെയാണ് യേശുക്രിസ്തുവിൽ ഒരുവൻ ചേരുന്നു എന്ന് പറയുമ്പോഴും അവനെ യേശുക്രിസ്തുവുമായി ചേർക്കുന്ന ഘടകവും പരിശുദ്ധാത്മാവാണ്. ചുരുക്കത്തിൽ ദൈവത്തിൻ്റെ ആത്മാവായ പരിശുദ്ധാത്മാവാണ് ഇവിടെ എല്ലാ മേഖലകളിലും പരിവർത്തിക്കുന്നത്. ഇത് നമുക്ക് കാണാൻ കഴിയും. പരിശുദ്ധാത്മാവ് പിതാവിൻ്റെ ആത്മാവാണ്, പുത്രൻ്റെ ആത്മാവാണ്, പരിശുദ്ധാത്മാവ് തന്നെയാണ്. അസ്തിത്വത്തിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ആത്മാവാകുന്നു. അതുകൊണ്ടാണ് ഏകത്വമായിരിക്കുവാൻ കഴിയുന്നത്. മൂന്ന് ആളത്വമായിരിക്കുമ്പോഴും ഏകത്വത്തിൽ നിലനിൽക്കുവാൻ ഇടയാകുന്നതിൻ്റെ കാരണം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ആത്മാവ് തന്നെ ആയതുകൊണ്ടാണ്. കർത്താവ് ആത്മാവാകുന്നു. 2 കൊരിന്ത്യർ 3-ാമത്തെ അധ്യായം 17-18 വാക്യങ്ങൾ. 2 കൊരിന്ത്യർ 3-ാമത്തെ അധ്യായം 17-18. കർത്താവ് ആത്മാവാകുന്നു. കർത്താവിൻ്റെ ആത്മാവുള്ളയിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിൻ്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിൻ്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. ഇവിടെ നമ്മൾ കാണുന്നു കർത്താവ് ആത്മാവാകുന്നു. 18-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിൻ്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിൻ്റെ ദാനമായി. അപ്പോൾ ഇവിടെ വ്യക്തമായി നമ്മൾ കാണുന്നു കർത്താവ് ആരാണ്? ആത്മാവാണ്. വീണ്ടും ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാമത്തെ അധ്യായം 30-31 വാക്യങ്ങൾ, 34-35 വാക്യങ്ങൾ. ഇവിടെ യേശുക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് കാണുകയാണ്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാമത്തെ അധ്യായം 30, 31, 34, 35 വാക്യങ്ങൾ. ദൂതൻ അവളോട്, മറിയയെ ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും, അവന് യേശു എന്ന് പേർ വിളിക്കണം. മറിയ ദൂതനോട്, ഞാൻ പുരുഷനെ അറിയാകിയാൽ ഇതെങ്ങനെ സംഭവിക്കുമെന്ന് പറഞ്ഞു. 35. അതിന് ദൂതൻ, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ നിഴലിടും. ആകയാൽ ഉദ്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. അപ്പോൾ ഇവിടെ യേശുക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് പറയുകയാണ്. അപ്പോൾ അത്യുന്നതൻ്റെ ശക്തി മറിയയിൽ നിഴലിടുമ്പോൾ വിശുദ്ധ പ്രജ ഉദ്ഭവിക്കുകയാണ്. ഉരുവാകുകയല്ല, ഉദ്ഭവിക്കുകയാണ്. അത് ഉദ്ഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലനിൽക്കുന്ന ഒരു കാര്യം പുറത്തേക്ക് വരിക എന്നുള്ള. ഇപ്പം നദികളൊക്കെ ഉത്ഭവിക്കുക എന്ന് പറയും. അപ്പോൾ ആ പർവ്വതത്തിൽ അവിടെ മഴ മൂലം അവിടെ സംഭരിക്കപ്പെട്ടിരിക്കുന്ന ജലം ഉറവയായിട്ട് എന്ത് ചെയ്യുക? അവിടെ നിന്ന് പുറത്തേക്ക് വരികയാണ്. അതായത് ഉള്ളൊരു കാര്യം വെളിപ്പെട്ട് വരുന്നു, പുറത്തേക്ക് വരുന്നു. അതാണ് ഉദ്ഭവിക്കുക എന്ന് പറയുമ്പോൾ. ഇവിടെ പരിശുദ്ധാത്മാവ് നിഴലിടുമ്പോൾ വിശുദ്ധ പ്രജ ഉത്ഭവിക്കുകയാണ്.
അതായത് യേശുക്രിസ്തു അവിടെ ജനിക്കുകയല്ല, ലോകസ്ഥാപനത്തിന് മുമ്പേ ഉണ്ടായിരുന്ന യേശുക്രിസ്തു മാനകുലത്തിൻ്റെ രക്ഷയുള്ള ബന്ധത്തിൽ പരമയാഗമാകുവാൻ ഒരു സ്ത്രീയിൽ നിന്ന് ഒരു ശിശുവായി പുറത്തേക്ക് വരുന്നു. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ അവിടെയും എങ്ങനെയാണ് സംഭവിക്കുന്നത്? പരിശുദ്ധാത്മാവ് നിഴലിടുന്നത് മൂലം സംഭവിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടു കർത്താവ് ആത്മാവാകുന്നു, അടുത്തത് ദൈവമാത്മാവാകുന്നു. അപ്പോൾ കർത്താവ് ആത്മാവാണ്, ദൈവമാത്മാവാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 4-ാമത്തെ അധ്യായം 24-ാമത്തെ വാക്യം. യോഹന്നാൻ 4:24. ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നു ദൈവം ആത്മാവാകുന്നു. അപ്പോൾ ഓർക്കണമേ, യേശുക്രിസ്തു ആത്മാവാണ്, ദൈവം ആത്മാവാണ്. അപ്പോൾ യേശുക്രിസ്തുവിലും ദൈവത്തിലും ഉള്ള ആത്മാവ് ഒരേ പരിശുദ്ധാത്മാവ് തന്നെയാണ്. നോക്കണമേ, പരിശുദ്ധാത്മാവ് തന്നെയാണ് ദൈവത്തിൻ്റെ ആത്മാവ്. യെഹെസ്കേൽ പ്രവചനം 36-ാമത്തെ അധ്യായം 25 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. യെഹെസ്കേൽ പ്രവചനം 36-ാമത്തെ അധ്യായം 25 മുതൽ 28. ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും, നിങ്ങൾ നിർമ്മലരായിത്തീരും. ഞാൻ നിങ്ങളുടെ സകല മലിനതയെയും സകല വിഗ്രഹങ്ങളെയും നീക്കി നിങ്ങളെ നിർമ്മലീകരിക്കും. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും. കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും. ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. നിങ്ങൾ എൻ്റെ വിധികളെ അനുഷ്ഠിച്ച് പ്രമാണിക്കും. ഞാൻ നിങ്ങളുടെ പിതാക്കന്മാർക്ക് കൊടുത്ത ദേശത്ത് നിങ്ങൾ പാർക്കും. നിങ്ങൾ എനിക്ക് ജനമായും ഞാൻ നിങ്ങൾക്ക് ദൈവമായും ഇരിക്കും. അപ്പോൾ ഇവിടെ 26-ാമത്തെ വാക്യത്തിൽ യെഹെസ്കേൽ പ്രവചനം 36-ാമത്തെ അധ്യായം 26-ാമത്തെ വാക്യത്തിൽ പുതിയൊരാത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും. ആ പുതിയൊരാത്മാവ് ഏതാണ്? 27-ാമത്തെ വാക്യം, ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി. അപ്പോൾ യഹോവയായ ദൈവം തൻ്റെ ജനത്തിൻ്റെ ഉള്ളിലാക്കുന്ന തൻ്റെ ആത്മാവെന്ന് പറയുന്നത് പുതിയൊരാത്മാവാണ്, അത് പരിശുദ്ധാത്മാവാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നു പിതാവായ ദൈവത്തിൻ്റെ ആത്മാവ് ഏതാണ്? പരിശുദ്ധാത്മാവാണ്. മത്തായി സുവിശേഷം 10-ാമത്തെ അധ്യായം 20-ാമത്തെ വാക്യം. മത്തായി സുവിശേഷം 10-ാമത്തെ അധ്യായം 16 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ 20-ാമത്തെ വാക്യത്തിൽ നിങ്ങളിൽ പറയുന്ന നിങ്ങളുടെ പിതാവിൻ്റെ ആത്മാവത്രേ. അപ്പോൾ ഇവിടെ സുവിശേഷ സംബന്ധമായി ക്രിസ്തു ശിഷ്യന്മാർ പ്രതികൂലങ്ങളും പ്രതിബന്ധങ്ങളും നേരിടുമ്പോഴും അവർ അതിൻ്റെ മധ്യേ മറുപടി പറയേണ്ട സാഹചര്യം ഉണ്ടാകുമ്പോൾ അതിനവരെ പ്രാപ്തരാക്കുന്നത് അവരിൽ വസിക്കുന്ന പിതാവിൻ്റെ ആത്മാവത്രേ എന്ന് യേശുക്രിസ്തു അവിടെ വെളിപ്പെടുത്തുകയാണ്. നോക്കണം, നിങ്ങളിൽ പറയുന്ന നിങ്ങളുടെ പിതാവിൻ്റെ ആത്മാവത്രേ. അപ്പോൾ പരിശുദ്ധാത്മാവ് ശിഷ്യന്മാരോട് സംസാരിക്കുന്നതിന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങളിൽ പറയുന്ന നിങ്ങളുടെ പിതാവിൻ്റെ ആത്മാവ്, അതാണ് ദൈവത്തിൻ്റെ ആത്മാവ്. വീണ്ടും യെശയ്യാ പ്രവചനം 61-ാമത്തെ അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. യെശയ്യാ പ്രവചനം 61-1 മുതൽ 3 വരെ. എളിയവരോട് സദ്വർത്താനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കൊണ്ട് യഹോവയായ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലിരിക്കുന്നു. ഹൃദയം തകർന്നവരെ മുറുകെട്ടാനും
തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യവും അറിയിപ്പാനും യഹോവയുടെ പ്രസാദവർഷവും നമ്മുടെ ദൈവത്തിൻ്റെ പ്രതികാര ദിവസവും പ്രസിദ്ധമാക്കുവാനും ദുഃഖിതന്മാരെ ഒക്കെയും ആശ്വസിപ്പിപ്പാനും സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീറിന് പകരം അലങ്കാരമാലയും ദുഃഖത്തിന് പകരം ആനന്ദതൈലവും വിഷണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാടയും കൊടുപ്പാനും അവൻ എന്നെ അയച്ചിരിക്കുന്നു. അവൻ മഹത്വീകരിക്കപ്പെടേണ്ടതിന് അവർക്ക് നീതിവൃക്ഷങ്ങളെന്നും യഹോവയുടെ നടുതല എന്നും പേരാകും. അപ്പോൾ ഇത് യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുകയാണ്. എളിയവരോട് സദ്വർത്താനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കൊണ്ട് യഹോവയായ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലിരിക്കുന്നു. യേശുക്രിസ്തു പറയുകയാണ് അവിടുത്തെ സുവിശേഷ ദൗത്യം ആരംഭിക്കുമ്പോൾ. ഇതേ വാക്യം ലൂക്കോസ് എഴുതിയ സുവിശേഷം 4-ാമത്തെ അധ്യായം 18 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ ഉദ്ധരിക്കുന്നത് നമുക്ക് കാണാം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 4-ാമത്തെ അധ്യായം 18 മുതൽ 21 വരെ. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ അവൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും കർത്താവിൻ്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു എന്നെഴുതിയിരിക്കുന്ന സ്ഥലം കണ്ടു. പിന്നെ അവൻ പുസ്തകം മടക്കി ശുശ്രൂഷക്കാരന് തിരികെ കൊടുത്തിട്ടിരുന്നു. പള്ളിയിലെ എല്ലാവരുടെയും കണ്ണ് അവങ്കൽ പതിഞ്ഞിരുന്നു. അവൻ അവരോട്, ഇന്ന് നിങ്ങൾ എൻ്റെ വചനം കേൾക്കയിൽ ഈ തിരുവെഴുത്തിന് നിവൃത്തി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു തുടങ്ങി. അപ്പോൾ ഇവിടെ യേശുക്രിസ്തു സുവിശേഷം ആരംഭിക്കുമ്പോൾ ആ സുവിശേഷ ഘോഷണത്തിൻ്റെ മുന്നേറ്റം എപ്രകാരമായിരിക്കണമെന്നും തുടക്കം എപ്രകാരമായിരിക്കണമെന്നും യെശയ്യാ പ്രവാചകൻ അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. എന്നാൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് പിതാവായ ദൈവത്തിൻ്റെ ആത്മാവ്. ആ ആത്മാവാണ് ഏത്? പരിശുദ്ധാത്മാവ്. വീണ്ടും നമ്മൾ കാണുന്നു പരിശുദ്ധാത്മാവ് യേശുവിൻ്റെ ആത്മാവാണ്. പരിശുദ്ധാത്മാവ് യേശുവിൻ്റെ ആത്മാവാണ്. അപ്പോസ്തലപ്രവൃത്തികൾ 16-ാമത്തെ അധ്യായം 6-7 വാക്യങ്ങൾ. അപ്പോസ്തലപ്രവൃത്തികൾ 16-ാമത്തെ അധ്യായം 6-7. അവർ ആസ്യയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കുകയാൽ ഫ്രുഗ്യയിലും ഗലാത്യദേശത്തിലും കൂടി സഞ്ചരിച്ചു. മുസ്യയിലെത്തി ബിഥുന്യയ്ക്ക് പോകുവാൻ ശ്രമിച്ചു. യേശുവിൻ്റെ ആത്മാവോ അവരെ സമ്മതിച്ചില്ല. അപ്പോൾ ഇവിടെ അപ്പോസ്തലപ്രവൃത്തി 16-ാമത്തെ അധ്യായം 6-7 വാക്യങ്ങളിൽ പരിശുദ്ധാത്മാവ് വിലക്കുകയാലെന്ന് കാണുന്നു. 7-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോഴോ യേശുവിൻ്റെ ആത്മാവ് അവരെ സമ്മതിച്ചില്ല എന്നും കാണുന്നു. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ആത്മാവ് ഏതാണ്? പരിശുദ്ധാത്മാവാണ്. അപ്പോൾ ഈ പരിശുദ്ധാത്മാവ് തന്നെയാണ് പുത്രൻ്റെ ആത്മാവ്. വീണ്ടും നമ്മൾ കാണുന്നു ഗലാത്യ ലേഖനം 4-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യം. ഗലാത്യർ 4:6. നിങ്ങൾ മക്കൾ ആകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രൻ്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. ഇപ്പോൾ നോക്കണേ, ഇവിടെ ഗലാത്യ ലേഖനം 4:6 നമ്മൾ കാണുന്നു, നിങ്ങൾ മക്കളാകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രൻ്റെ ആത്മാവിനെ ദൈവം നിങ്ങളുടെ ഹൃദയങ്ങളിൽ അയച്ചു. അപ്പോൾ അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രൻ്റെ ആത്മാവ്. അപ്പോൾ ആ ആത്മാവിനെ എന്ത് ചെയ്യുക? ഹൃദയങ്ങളിലേക്ക് പകരുകയാണ്. ആ സ്വപുത്രൻ്റെ ആത്മാവ് എന്ന് പറയുന്നത് ഏതാണ്? പരിശുദ്ധാത്മാവ്. വീണ്ടും നമ്മൾ കാണുന്നു റോമാലേഖനം 8-ാമത്തെ അധ്യായം 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. റോമർ 8:9 മുതൽ 11 വരെ. നിങ്ങളോ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരത്രേ. ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. 10-ാമത്തെ വാക്യം. ക്രിസ്തു നിങ്ങളിലുണ്ടെങ്കിലോ ശരീരം പാപം നിമിത്തം മരിക്കേണ്ടതെങ്കിലും ആത്മാവ് നീതി നിമിത്തം ജീവനാകുന്നു. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യശരീരങ്ങളെയും ജീവിപ്പിക്കും. അപ്പോൾ ഇവിടെ വ്യത്യസ്തമായ നിലവാരങ്ങളിൽ
ആ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പരിവർത്തനം എങ്ങനെയാണെന്ന് പറയുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ, ശേഷം പറയുന്നു ക്രിസ്തുവിൻ്റെ ആത്മാവ് ഇല്ലാത്തവൻ. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവാണ് ക്രിസ്തുവിൻ്റെ ആത്മാവെന്ന് കാണുകയാണ്. എന്നിട്ട് 11-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, യേശുവിനെ മരിച്ചവൻ ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് എന്തു ചെയ്യുന്നു? ക്രിസ്തുവിനെ മരണത്തിൽ ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മധ്യസ്ഥരെ ജീവിപ്പിക്കും. അപ്പോൾ ഇവിടെ റോമാലേഖനം 8-ാം അധ്യായത്തിൽ 9, 10, 11 വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവെന്ന് രേഖപ്പെടുത്തുന്നു, ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് രേഖപ്പെടുത്തുന്നു, അതേപോലെ തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മധ്യസ്ഥരെ ജീവിപ്പിക്കുമെന്ന് പറയുന്നു. അപ്പോൾ ഇതെല്ലാം ആരാണ്? പരിശുദ്ധാത്മാവാണ്. വീണ്ടും നമ്മൾ റോമാലേഖനം 8-ാമത്തെ അധ്യായം 12 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ, റോമർ 8-ന്റെ 12 മുതൽ 15 വരെ. ആകയാൽ സഹോദരന്മാരെ, നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടതിന് ജഡത്തിനല്ല കടക്കാരാകുന്നത്. 13 മുതൽ, നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിൻ്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നുണ്ട്, പുനരുത്ഥാന ബന്ധമുള്ള കാര്യങ്ങളാണ് കാണുന്നത്. ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നു എങ്കിൽ ജീവിക്കും. പിന്നെ കാണുന്നു ദൈവാത്മാവ് നടത്തുന്നവർ. അപ്പോൾ ഈ ആത്മാവ് തന്നെയാണ് ദൈവാത്മാവ്. അത് തന്നെയാണ് 15-ൽ പറയുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവ്. അപ്പോൾ ഓർക്കണം, പിതാവിലും പുത്രനിലും പരിശുദ്ധാത്മാവിലും ഉള്ളത് ഒരേ ആത്മാവാണ്. അതുകൊണ്ടാണ് ഏകത്വവും ത്രിത്വമൊക്കെ ഒരേ പ്രായോഗിക മണ്ഡലത്തിൽ ചേർന്ന് വരുന്നത്. അപ്പോൾ പിതാവിൻ്റെ ആത്മാവും പുത്രൻ്റെ ആത്മാവും പരിശുദ്ധാത്മാവും ഒന്നാണ്. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഒരു വേള നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. കർത്താവിനെ ജീവിക്കാൻ നമുക്ക് ഒരുങ്ങാം. കർത്താവ് നമ്മളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ ശ്രേഷ്ഠനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.